നമ്മുടെ ഹൃദയം എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാകണം. നമ്മുടെ ഹൃദയം നന്നാകണം. ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും പകയില്ലാത്ത, ഒരാളോടും വൈരാഗ്യമില്ലാത്ത, ഒരാളോടും അസൂയയില്ലാത്ത നല്ലൊരു മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉടമയായി നമുക്ക് മാറാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ച മുമ്പ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അല്ലാഹുവേ വിദേശ രാജ്യത്ത് തൂക്കുകയറും നോക്കി നിന്നപ്പോ നമ്മുടെ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പാവപ്പെട്ട സഹോദര സഹോദരിമാര് ചേർന്നുകൊണ്ട് 34 കോടി നമ്മൾ പിരിച്ചു കൊടുത്തു. 34 കോടി നമ്മൾ പിരിച്ചു കൊടുത്തു. എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോഴും ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്, ആ റഹീമിന്റെ പേരിൽ പൈസ അയക്കാനുള്ള ആപ്ലിക്കേഷൻ. നമ്മളൊക്കെ കൗതുകത്തോടു കൂടി നമ്മളൊക്കെ ഇങ്ങനെ നോക്കി 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 2 കോടി, 3 കോടി, 12 കോടി ആയപ്പോൾ നമ്മൾ പലരും നോക്കി. ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, ഇനി 34 കോടി തികയോ? അല്ലെങ്കിൽ അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീര് അതുപോലെ നിലനിൽക്കുവോ? ആ പ്രിയപ്പെട്ട മാതാവിന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ കഴിയോ? നമ്മൾ പരസ്പരം ചോദിച്ചു. പക്ഷെ അൽഹംദുലില്ലാഹ് ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ ഫലമായിട്ട് ഏകദേശം 2 ദിവസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 34 കോടി എൻ്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള സഹോദര സഹോദരിമാര് മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിലനിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ 34 കോടി നമ്മൾ എന്ത് ചെയ്തു? സ്വരൂപിച്ചെടുത്തു. പലരും ചോദിച്ചു അദ്ദേഹം തൂക്കയിൽ നിന്ന് രക്ഷപ്പെടുവോ? പലരും ചോദിച്ചു 34 കോടി പൂർത്തിയാവോ? 12 അല്ലേ ആയുള്ളൂ, 15 അല്ലേ ആയുള്ളൂ, 20 അല്ലേ ആയുള്ളൂ? അവസാനം മതിയെന്ന് പറയേണ്ട ഒരവസ്ഥ. 34 കോടി കവിഞ്ഞു, ഇനി പൈസ വേണ്ടെന്ന് പറയേണ്ട ഒരവസ്ഥ. അതാ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യം ഒന്നുമില്ലാതെ അബ്ദുറഹീമിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ഒരുമിച്ചവരാ. 100 രൂപ കൊടുത്തവര്, 10 രൂപ കൊടുത്തവര്, 1000 കൊടുത്തവര്, 10000 കൊടുത്തവര്, ലക്ഷങ്ങൾ കൊടുത്തവര്, കോടിക്കണക്കാണ് രൂപ കൊടുത്തവര്. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, അങ്ങനെ ആയിരിക്കണം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയണം. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നിൽക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞത്, ഇപ്പൊ GCC പോലുള്ള രാജ്യങ്ങളിലെല്ലാം പ്രളയക്കെടുതി വന്നപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു എലക്ഷൻ കടന്നു വരുമ്പോ നമുക്കൊക്കെ പ്രതീക്ഷ ആരോടാ? ഒരാൾക്ക് ക്യാൻസർ വന്നു, ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ വന്നു, ഒരാൾക്ക് പ്രതിസന്ധികൾ കടന്നു വന്നു, ഒരാൾക്ക് മാരകമാകുന്ന രോഗങ്ങൾ കടന്നു വന്നു, ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബിസിനസ്സിൽ തകർച്ച വന്നുപോയി. ആ സമയത്തൊക്കെ നമ്മളൊക്കെ 2 കരങ്ങളും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്യാറുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് നീ നിന്റെ സഹായം തരണേ അല്ലാ, നിന്റെ കാവല് തരണേ അല്ലാ. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ അടുത്ത വെള്ളിയാഴ്ച ഇലക്ഷൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. റബ്ബേ, നീ അല്ലാതെ വേറൊരാളും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല റബ്ബേ, നീ അല്ലാതെ വേറൊരാളും ഞങ്ങൾ കത്താണിയില്ല റബ്ബേ, നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്യണം. എന്നാൽ ഈ ഉറൂസ് നടക്കുന്ന സമയത്ത് ഇവിടെ ദുആ വസിയത്ത് എഴുതിയിട്ട് ഒരുപാട് സഹോദരി സഹോദരന്മാര് ഉസ്താദന്മാർക്ക് ഒരു കത്ത് എഴുതിയിട്ട് പറയാറുണ്ട്, ഉസ്താദേ മക്കളില്ല, ദുആ ചെയ്യണം. നമ്മള് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനോട് ചെന്നിട്ട് പറയാറുണ്ട്, ഉസ്താദേ പ്രതിസന്ധിയാ, ദുആ ചെയ്യണം. GCC രാജ്യത്ത് കിടക്കുന്ന ഒരുപാട് പാവങ്ങള് ഈ 2-3 ദിവസങ്ങളിലായി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഉസ്താദേ പാവപ്പെട്ട പ്രവാസികളെ മറക്കല്ലേ ഉസ്താദേ, ദുബൈയിലുള്ള, ഷാർജയിലുള്ള, UAE-യിലുള്ള പാവപ്പെട്ട പ്രവാസി സഹോദര സഹോദരിമാരെ ഒരിക്കലും മറക്കല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോ മാതാവിനോട് ദുആ ചെയ്യാൻ പറയുന്ന മക്കളുണ്ട്, ജോലിക്ക് പോകുമ്പോ വാപ്പയോട് ദുആ ചെയ്യാൻ പറയുന്ന മക്കളുണ്ട്, പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുമ്പോ പള്ളിയിലെ ഖത്തീബിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാണത്തൂരിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് പള്ളിയിലെ ഖത്തീബല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് പള്ളിയിലെ ഉസ്താദല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാവല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ പിതാവല്ല.
ഞാൻ ഈ പറയുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുആ സ്വീകരിക്കും, അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആരാണ് ആശിഖ് ദാരിമിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആരാണ് നമ്മുടെ പാണത്തൂരിൽ അഷ്റഫി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആരാണ് പാണത്തൂരിലെ പള്ളി കമ്മിറ്റിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആരാണ് പാണത്തൂരിലെ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകും. ഈ പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കുറച്ച് ഗുണങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് വിട പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് ഓരോ വിശ്വാസികൾക്കും വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആരാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടത്? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ദുആ ചെയ്യേണ്ടതാരാ? ദുആ ചെയ്യേണ്ടതാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതാ പറഞ്ഞു കൊടുക്കുകയാ, സഹാബാ ആരാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ആരാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ആരാണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ ചോദിക്കുമ്പോ സഹാബത്തതാ പറയുകയാ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? ആരാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കാന സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, പാണത്തൂരിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാണത്തൂരിലെ പ്രിയപ്പെട്ട പെങ്ങളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടതാരാ? പ്രാർത്ഥിക്കേണ്ടതാരാ? ദുആ ചെയ്യേണ്ടതാരാ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹു നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അനുസരണയോടുകൂടി ചെയ്യുന്ന മലക്കുകളുണ്ടല്ലോ, അവരാണ് സഹാബ, അവരാണ് സഹാബ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ പ്രവാചകനതാ പറയുമ്പോ, കടങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, ദുരന്തങ്ങൾ വരുമ്പോ, കാലവിപത്തുകൾ വരുമ്പോ, ഉസ്താദേ 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 7 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, മക്കളില്ല. ഉസ്താദേ അറേബ്യ മണ്ണിലേക്ക് കടന്നുപോയതാ, 10 കൊല്ലമായി ഉസ്താദേ വീടില്ല. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയുന്നവരോട് പറയുകയാ, ആരാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ആരാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പറയുകയാ, പറയുകയാ, മലക്കുകളാണ് ചെറുപ്പക്കാരാ, മലക്കുകളാണ് ചെറുപ്പക്കാരാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളെന്റെ പ്രിയമുള്ളവരെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ബദരീങ്ങളതാ പൊരുതുകയാ, പടപൊരുതുകയാ. പടച്ചവനെ, മുസ്ലിമീങ്ങളുണ്ടല്ലോ, ബദർ യുദ്ധത്തിലതാ പങ്കെടുക്കുമ്പോ ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരികയാ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ പരാജയപ്പെടുകയാ. ലോകത്തിന്റെ പ്രവാചകനതാ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ, നീയല്ലാതെ വേറെ ഒരാളുമില്ല റബ്ബേ. നിന്റെ മുമ്പിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് സഹായിക്കണേ, അല്ലാഹ് സഹായിക്കണേ, അല്ലാഹ്. ലോകത്തിന്റെ പ്രവാചകനതാ ദുആ ചെയ്യുമ്പോ 7 ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ഇറങ്ങി വരികയാ, കടന്നു വരികയാ.
മുസ്ലിമീങ്ങളെ സഹായിച്ചെന്ന ചരിത്രങ്ങൾ പറയുമ്പോ ഈ പറഞ്ഞ മലക്കുകളാ സർവസമയമുണ്ടല്ലോ അള്ളാഹുവിന്റെ സവിധത്തില് തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളാ, ഒരു ഹറാമ് പോലും ചെയ്യാത്ത മലക്കുകളാ, ഉറക്കമില്ലാത്ത മലക്കുകളാ, ഭക്ഷണമില്ലാത്ത മലക്കുകളാ, സർവസമയമുണ്ടല്ലോ അള്ളാഹുവിന്റെ സവിധത്തില് ഇബാദത്ത് ചെയ്യുന്നവരാ. ഈ പറയുന്ന മലക്കുകള് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യേണ്ടതാ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ഈ വരുന്ന 27-ാം തീയതി എന്റെ പ്രിയമുള്ളവരെ, ഈ വരുന്ന വെള്ളിയാഴ്ചയുണ്ടല്ലോ ഇലക്ഷൻ, എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം നമുക്ക് ലഭിക്കണമല്ലോ. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ ജീവിക്കണമല്ലോ. നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇനിയെങ്ങാൻ നേരെ ചൊവ്വയുള്ള ഭരണാധികാരികൾ കടന്നു വന്നില്ലെങ്കിൽ അതാപാണ് ചെറുപ്പക്കാരാ, അതാപാണ് പെങ്ങളെ. ഇതുപോലെ അടുത്ത കൊല്ലം കൂടാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന ഭാഗമുണ്ടല്ലോ, അതുപോലും നിർത്തണമെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ പള്ളിയിൽ കയറിയിട്ട് ആരാധിക്കാൻ പോലും പാടില്ല എന്നൊരു നിബന്ധന കടന്നു വന്നാൽ പ്രതിസന്ധിയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമല്ലോ. അതിനുള്ള 3 ഗുണങ്ങൾ പഠിക്കാൻ പോകുകയാ നാദാ. അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് അള്ളാന്റെ മലക്കുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്താൽ പോരാ, നമ്മുടെ നാട്ടിലെ മഹാന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരാ. അള്ളാഹുവിന്റെ മലക്കുകൾ സർവ്വസമയവും അള്ളാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചൊല്ലുന്ന ആ മലക്കുകള് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറയാ, ഈ വരുന്ന വെള്ളിയാഴ്ച ഇലക്ഷൻ വരിക, ഈ വരുന്ന 26-ാം തീയതി ഇലക്ഷൻ വരിക. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇനിയും മോശപ്പെട്ട ഭരണാധികാരികളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. നമുക്ക് മലക്കുകളുടെ സഹായം വേണം, നമുക്ക് മലക്കുകളുടെ സഹായം വേണം. ഞാൻ പറയാ, നമുക്ക് പ്രതിസന്ധികളും നൊമ്പരങ്ങളും വേദനകളും കടങ്ങളും വന്നാലും ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. UAE-യിലെ പാവപ്പെട്ട പ്രവാസികൾ, GCC രാജ്യങ്ങളിലെ പാവപ്പെട്ട പ്രവാസികൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ പട്ടിണിയും പരിവട്ടവുമായിട്ട് ഇന്ന് അറേബ്യയുടെ മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളക്കെടുതി മൂലം അള്ളാഹു പ്രതിസന്ധിയില്ല. അള്ളാഹു അവരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, അവരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ പറയാ, അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ എൻ്റെ പ്രിയപ്പെട്ടവരെ സർവ്വസമയത്തും വേണം, അല്ലേ? സർവ്വസമയത്തും വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് ഒരു 3 ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണ് ഉള്ളത് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഈ 3 ഗുണങ്ങൾ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 3 ഗുണങ്ങൾ എന്റെയും ജീവിതത്തിൽ വേണം, നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഞാൻ നിങ്ങളോട് പറയാ, ഈ വഅല് എനിക്കും കൂടിയുള്ള വേല, ഈ വഅല് എനിക്കും കൂടിയുള്ള വേല, നിങ്ങൾക്കും നന്നാകാനുള്ള വേല. ഞാൻ ഒരു റജബ് മാസത്തിൽ നമ്മുടെ ഈ കർണാടകയിൽ ഒരു സ്ഥലത്ത് വഅലിന് പോയി. കർണാടകയിൽ ഒരു സ്ഥലത്ത് ഞാൻ ആത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് വഅലിന് പോയി. അവിടെ വഅലിന് പോകുമ്പോൾ കർണാടകയുടെ സമസ്തയുടെ ട്രഷററായിട്ട് അവിടെ ഒരു ജിഫ്രി തങ്ങളുണ്ട്, അവിടെയും ഒരു ജിഫ്രി തങ്ങളുണ്ട്. അപ്പോൾ ആ തങ്ങൾ എന്നോട് പറഞ്ഞ, ആശികേ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന 2 സ്പീക്കർ എന്തിനാണെന്ന് ചോദിച്ചു. ഈ സ്റ്റേജിൽ 2 സ്പീക്കർ, 2-4 സ്പീക്കർ ഉണ്ടാവും, ഇതെന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഈ സൗണ്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 സാധനം ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കണേ. അപ്പം എന്നോട് പറഞ്ഞു അതിനല്ല അത് വെച്ചിരിക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ വെച്ചിരിക്കണേ? എടാ, നീ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി വയല് പറയുമ്പോൾ
ഇത്രയും ഇരിക്കുന്ന സ്പീക്കറിൽ കൂടെ നാട്ടുകാർ മുഴുവൻ നന്നാകാൻ നോക്കുമ്പോൾ എടാ നിനക്കും കൂടി നന്നാകാൻ ഈ 4 സ്പീക്കർ വെച്ചിരിക്കണം എന്നാ പറഞ്ഞേ. അപ്പോൾ എനിക്കും നന്നാകണം, നിങ്ങൾക്കും നന്നാകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നന്നാകാനുള്ളൊരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മലക്കയുടെ ദുആ വേണ്ടേ? 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 വേണം. ആ വേണ്ടെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ ഇതാരാണോ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഇൻഷാ അല്ലാഹ് അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ ഉണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 1 അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ ലഭിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധനയായിട്ട് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഏതാ? ഒന്നാമത്തെ നിബന്ധന ഏതാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ വേണോ? അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ വേണോ? അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യണോ? ഒന്നാമത്തെ മാർഗം ഏതാ? ഒന്നാമത്തെ നിബന്ധന ഏതാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാഹുവോട് പൊറുക്കലിനെ തേടി കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അവനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള പാണത്തൂരുകാരോട് പറയുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ഏക ഇലാഹായ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അറിയാതെ സംഭവിച്ചതാണ്, അല്ലാഹ് പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. എത്രയോ പേര് തെറ്റ് ചെയ്യുന്നവരാ. പരിശുദ്ധമാക്കപ്പെട്ട റമളാന് കടന്നുപോയല്ലോ. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് റമളാൻ മാസം കടന്നു വരുമ്പോ ഏകയിലായ പടച്ചവന്റെ സവിധത്തിലേക്ക് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ, അൽഹംദുലില്ലാഹ് അവനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാരെയാ? അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാരെയാ? അതിരവാകുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, മുഹബ്ബത്താണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവരാരാ? അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, ചില ചെറുപ്പക്കാരൊക്കെ നമ്മളോട് വന്നിട്ട് ചോദിക്കാറുണ്ട്, ഉസ്താദേ തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, അല്ലാഹു പൊറുക്കോ? തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, അല്ലാഹു പൊറുക്കോ? എന്നോടിപ്പോ ഏകദേശം ഒരു 8 മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പാതിരാത്രി 1 മണിക്ക് അയക്കണേ ഉസ്താദേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് കാര്യ ഉസ്താദേ? എനിക്ക് 25 വയസ്സുണ്ട് ഉസ്താദേ, എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു ഉസ്താദേ. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ ഉസ്താദേ, എനിക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരില് ആ പെൺകുട്ടിയുടെ പിതാവ് എനിക്ക് ഓളെ കെട്ടിച്ച് തന്നിട്ടില്ല. ഓൾക്ക് ഒരു ഗൾഫുകാരൻ്റെ കൂടെ ഓളെ പറഞ്ഞു വിട്ടു ഉസ്താദേ. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നിനക്കൊരു 26, 27 വയസ്സൊക്കെ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിനക്ക് എന്ത് ചെയ്യും, നല്ലൊരു കുടുംബമൊക്കെ ഉണ്ടാകും, നിന്റെ വാപ്പയും ഉമ്മയും നിനക്ക് നല്ലൊരു പെണ്ണിനെ തിരഞ്ഞെടുത്ത് തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങാതി എന്ത് ചെയ്തു, ഫോണൊക്കെ വെച്ചിട്ട് പോയി. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുക, ഉസ്താദേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ചെയ്യ, എന്താ ഉസ്താദേ? അല്ലാഹു എന്നോട് പൊറുക്കൂ ഉസ്താദേ, അല്ലാഹു എന്നോട് പൊറുക്കൂ ഉസ്താദേ. ഞാൻ പറഞ്ഞു, അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്താൽ, തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നിന്നോട് പൊറുക്കും. അപ്പം പറയും, ഉസ്താദേ എന്നോട് അല്ലാഹു പൊറുക്കൂല ഉസ്താദേ. ഞാൻ ചെയ്യ, എന്തേ ഉസ്താദേ? ഞാൻ ആ പെൺകുട്ടിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോയി ഉസ്താദേ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തോ? അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹു നിനക്ക് സ്വീകരിക്കും. അങ്ങനെ എന്ത് ചെയ്തു? ഇവൻ പിന്നെ എന്നോട് ചോദിക്കുക, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്താ?
ഉസ്താദേ, ഞാൻ ആ പെൺകുട്ടിയെ 4 കൊല്ലമായിട്ട് പ്രേമിച്ച, അവനായിക്കോട്ടെ, 4 കൊല്ലമായിട്ട് പ്രേമിച്ചിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല ഉസ്താദേ. ഓള് വേറൊരു ഗൾഫുകാരൻ്റെ കൂടെ പോയി. ആ വാശിക്ക് ഞാൻ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ അള്ളാഹു എന്നോട് പൊറുക്കും ഉസ്താദേ എന്നൊരു സഹോദരൻ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തൗബ ചെയ്യുന്നവരാ, തെറ്റ് ചെയ്തിട്ട് പൊറുക്കല്ല തേടുന്നവരാ. ഇനി നാളെ ചില ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നേ, തെറ്റിയും തൗബ ചെയ്യും, തെറ്റിയും തൗബ ചെയ്യും. പള്ളിയിൽ പാണത്തൂരിൽ ഉസ്താദ് ചോദിക്കും, എന്താണെന്ന് ഇങ്ങനെ തെറ്റ് ചെയ്യണേ? അത് ഇന്നലെ വന്ന ഉസ്താദല്ലേ പറഞ്ഞേ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യണവരാ, അതല്ല പറഞ്ഞേ. നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒരു വട്ടം തെറ്റ് ചെയ്തു പോയി, അതും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് മുത്ത് നബിയോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എവിടം വരെയാണ് നബിയെ തൗബ ചെയ്യേണ്ടത്? ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി നബിയെ, ഞങ്ങൾ എവിടം വരാ നബിയെ തൗബ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇബ്ലീസ് നാണിക്കുന്നത് വരെ നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് പള്ളിക്കകത്തിരിക്കുമ്പോ ഇബ്ലീസ് വന്നിട്ട് ഒരാളെ ഇങ്ങനെ എണ്ണീപ്പിക്കുക. ഇബ്ലീസ് ശ്രദ്ധിച്ചേക്കണേ, ഇബ്ലീസ് വന്നിട്ട് ഒരാളെ ഇങ്ങനെ എണ്ണീച്ചിട്ട് പറയാ, എടാ സുബൈയുടെ സമയമായി പോയി പള്ളിയിൽ നിസ്കരിക്കാൻ പറയാ. ഇബ്ലീസ് എന്താ പറയുന്നത്? ഒരാളെ എണ്ണീപ്പിച്ചിട്ട് പറയാ, എടാ സുബൈയുടെ സമയമായി പോയി നിസ്കരിക്കാൻ പറയാ. സാധാരണ ഇബ്ലീസ് എന്താ ചെയ്യാ? അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞിട്ട് പാണത്തൂരിലെ പള്ളിയിൽ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ നമ്മുടെ ചെവിയിൽ വന്നിട്ട് ഇബ്ലീസ് എന്താ പറയുന്നേ? അയാൾക്ക് പിരാന്തട, കിടന്നോടാ. എന്താ പറയണേ? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ഒച്ചയിട്ട് വെറുതെ ഇങ്ങനെ വിളിക്കാടാ, നീ പോണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇങ്ങനെ കിടന്നോളാൻ ആര് പറയും? ഇബ്ലീസ് പറയും. പക്ഷെ മുത്തു നബി നോക്കുമ്പോ ഇബ്ലീസ് ഒരാളെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാ, എടാ എണ്ണീച്ച് പള്ളി പോയി നിസ്കരിക്കടാ. മുത്തു നബി ഇബ്ലീസിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ നന്നായോ? എന്താ, എടാ നീ നന്നായോ? അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, എന്തേ നബി അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ആ സമയത്ത് നബി തങ്ങൾ ഇബ്ലീസിനോട് പറഞ്ഞു, സാധാരണ പള്ളി പോകുന്നവനെ തടയുന്ന പണിയാ നിനക്കൊള്ളേ, നീ പള്ളിയില് പോകാതെ കിടക്കുന്നവനെ എണ്ണീപ്പിക്കുകയാണല്ലോ, നീ നന്നായോ? ആ സമയത്ത് ഇബ്ലീസ് പറയുന്നൊരു മറുപടി ഉണ്ട്, നബിയെ, ഇന്നലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ ഈ ചങ്ങാതിയെ ഞാൻ എന്ത് ചെയ്തു? എണ്ണീപ്പിച്ചില്ല, നീ പള്ളി പോകേണ്ട, കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇവൻ സുബഹി കല ആയ സമയത്ത് ഇവൻ എണ്ണീച്ചു. ഇവൻ എണ്ണീച്ചപ്പോ ഇവന്റെ സുബഹി നിസ്കാരം കല ആയെന്ന് ഇവന് മനസ്സിലായി. ആ കല ആയതിന്റെ പേരിൽ ഇവൻ പള്ളിയിൽ കയറി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി നബിയെ. ഇവൻ ഖുർആൻ ഓതാൻ തുടങ്ങി നബിയെ. ഇവൻ അവസാനം പള്ളിയിൽ രാവിലെ കയറിയിട്ട് മുഴുവൻ സമയവും ഇവൻ പള്ളിയിൽ ചെലവഴിച്ചു നബിയെ. ഇവൻ ഇറങ്ങി വരുന്നത് ഇശായി നിസ്കരിച്ചിട്ടാ നബിയെ. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസവും ഇവനെ സുബഹി നിസ്കരിപ്പിക്കാതെ ഇവിടെ കിടത്തിക്കളഞ്ഞാൽ ഇവൻ എണ്ണീച്ച് സുബഹി കലായും വീട്ടും, ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവനും പള്ളിയിൽ ഇരിക്കും. അതെനിക്ക് സഹിക്കാൻ കഴിയൂല. ഇതാകുമ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് ഇവൻ പിന്നെയും വരും, പിന്നെ എന്തെങ്കിലുമൊക്കെ കറങ്ങാൻ പോവും, അടുത്ത വക്കത്തിനെ പോകത്തുള്ളൂ നബിയെ. അതാ ഇബ്ലീസ്. ആ ഇബ്ലീസ് നാണിക്കുന്നത് വരെ ഞാനും നിങ്ങളും ദുആ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരാണോ തൗബ ചെയ്യുന്നത്, ആരാണോ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദിയടം ഈ സദസ്സ് അവസാനത്തെ സദസ്സാണെന്ന് നെയ്യത്ത് വെക്കണം. ഈ സദസ്സ് അവസാന സദസ്സാണ് ഉസ്താദേ, ഇനി നാളത്തെ വഅദിന് കൂടാൻ കഴിയൂർ ഉസ്താദേ എന്നൊരു നെയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണില്ല. ഉസ്താദേ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുആ 3 വിഭാഗത്തിലേക്കും മാറ്റിവെക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവിടെ ദുആ ചെയ്യുന്നു, ചിലപ്പോൾ എൻ്റെ ദുആ സ്വീകരിക്കണമെന്നില്ല. ഉസ്താദന്മാരിവിടെ ദുആ ചെയ്യുന്നു, ചിലപ്പോൾ അവരുടെ ദുആ സ്വീകരിക്കാം, ചിലപ്പോൾ അവരുടെ ദുആ സ്വീകരിക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുആ 3 വിഭാഗത്തിലേക്ക് മാറ്റുമെന്ന് ഹബീബിന
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരുടെ ദുആ ഉണ്ടല്ലോ 3 വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നതാ, തട്ടിമാറ്റുന്നതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, സഹാബത്തിനോട് പറയുമ്പോ സഹാബത്തതാ പറയുകയാ, യാ റസൂലല്ലാഹ് ഏതാണ് നബിയേ 3 വിഭാഗമുണ്ടല്ലോ, ഏതാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒന്നാമത്തേതാ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പടച്ചവന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആ കൊണ്ടല്ലോ ആ നിമിഷം തന്നെ അള്ളാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് കൊടുക്കുന്നതാ, ഉത്തരം കൊടുക്കുന്നതാ. എത്രയോ പേരാ പറയുന്നത്, ഉസ്താദേ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയാ, അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് ദുആക്ക് പ്രതിഫലമാ, ക്യാൻസറിന് ശമനമാ എന്ന് പറയുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ, സ്വീകരിക്കുന്നതാ, കബൂലാക്കുന്നതാ. 3 വിഭാഗം സ്ഥലങ്ങളിലേക്ക് ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുആ 3 സ്ഥലങ്ങളിലേക്ക് തട്ടിമാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് 1ാമത്തെ സ്ഥലം ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ആ സമയത്ത് തന്നെ ദുആക്ക് ഇജാബത്ത് കൊടുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പാണത്തൂര് മക്കാമ, ഈ മക്കാമിലേക്ക് നമ്മൾ ഒന്ന് ദുആ ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് അല്ലാഹു ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ദുആക്ക് ഇജാബത്ത് നൽകും. അത് 1ാമത്തെ വിഭാഗം അല്ലെ. ചില ആളുകൾക്ക് ഒരു ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി കടന്നു വന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അടുത്ത ടെസ്റ്റിൽ നമ്മൾ നോക്കുമ്പോ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകൂല, ക്യാൻസർ എന്ന മഹാമാരി ഉണ്ടാകൂല. അതാ പറയുന്നേ, ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ 3 സ്ഥലങ്ങളിലേക്ക് അവർ ദുആ തട്ടിമാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ, 2ാമത്തെ വിഭാഗമാരാ, 2ാമത്തെ മാർഗമാരാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളും ഉണ്ടല്ലോ വിട പറയുകയാ, മരിക്കുകയാ. പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ചെമ്പിന്റെ തറയിലോ ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചുവട്ടിലോ നിൽക്കുമ്പോ പടച്ചവനെ നന്മ തിന്മകളോ തൂക്കുന്ന തുലാസിന്റെ അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ കൊണ്ടു ചെല്ലുകയാ. പടച്ചവനെ ഹിസാബ് ചെയ്യാൻ എന്നെയും നിങ്ങളെയും കൊണ്ടു ചെല്ലുകയാ. നന്മ തിന്മകളോ തൂക്കുന്ന തുലാസിന്റെ അവസരത്തിലോ എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ കൊണ്ടു ചെല്ലുകയാ. കൊണ്ടു ചെല്ലുമ്പോ നന്മ തിന്മകളോ തൂക്കുന്ന ത്രാസിലോ നന്മയുടെ തുലാസിലോ അല്ലാഹുവേ നന്മകള് അധികരിക്കുകയാ. നന്മയുടെ തുലാസില് അല്ലാഹുവേ ഈ തുലാസിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, ഇതെന്തുകൊണ്ടാണ് അല്ലാ? പടച്ചവനെ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തില്ല, എന്തുകൊണ്ടാണ് അല്ലോ നന്മയുടെ തുലാസില് ഈ ഭാരമുണ്ടല്ലോ, അധികരിക്കാനുള്ള കാരണമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അല്ലോ?
പടച്ചവനെ ഒരുപാട് നന്മയൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, ഈ നന്മയുടെ തുലാസില് ഭാരം ഇങ്ങനെ അധികരിക്കാനുള്ള കാരണം എന്താണ് റബ്ബേ എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്തിട്ട് ആ ദുആ സ്വീകരിച്ചില്ലെങ്കിൽ ആ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നേരെ തട്ടി മാറ്റിയിട്ട് അള്ളാഹുവിന്റെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നന്മയുടെ തുലാസിൽ ആ ദുആ അധികരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആരെങ്കിലും ഒരാൾ ആദ്യമായിട്ട് ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആ 3 സ്ഥലങ്ങളിലേക്ക് തട്ടും. ഒന്നാമത്തെ ദുആ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആ സമയത്ത് നിജാബത്ത് കൊടുക്കും. 2, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ദുനിയാവിൽ അല്ലാഹു തരണമെന്നില്ല, പടച്ചവന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ ഹിസാബ് ചെയ്യുന്ന നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ, ആ നന്മയുടെ ത്രാസിൽ അൽഹംദുലില്ലാ നന്മയായിട്ട് അധികരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അള്ളാഹു ഒരാൾക്ക് കടമുണ്ട്, അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ ഞങ്ങളുടെ കടങ്ങൾ മാറ്റണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവനെ മാരകമാകുന്ന വിപത്തുകളെ തൊട്ട് തട്ടി മാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 1, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് ആ സമയത്ത് നിജാബത്ത് കൊടുക്കും. 2, അത് പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. 3, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് പകരമായിട്ട് അവന്റെ മാരകമാകുന്ന വിപത്ത് ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരിശിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്യുന്നവരാരാ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. റമളാൻ വന്നു, റമളാൻ മാസത്തിൽ പോലും തൗബ ചെയ്യാത്ത എത്രയോ പേര് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പാണത്തൂരിന്റെ പരിസരത്തുണ്ടാകും. റമളാൻ മാസം വന്നിട്ട് പോലും നമ്മുടെ പാണത്തൂരിന്റെ പരിസരത്ത് 27-ാം നമ്മുടെ പള്ളിയിൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവന്റെ പള്ളിയാ. ആ പള്ളിക്കകത്തേക്ക് പോലും കടന്നു ചെന്നിട്ട് റമളാൻ മാസത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യാത്ത എത്രയോ പേരാ. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ആരെങ്കിലും ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ആദ്യമായി ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഇരിക്കണവര് ഒരു ഉപകാരം ചെയ്യണം, വേറെ ഒന്നല്ല, ഇങ്ങോട്ട് നോക്കിയിട്ട് പെടലിവൻ എടുക്കും. നിങ്ങളെല്ലാവരും ഒന്ന് എണ്ണീക്കോ, ബുദ്ധിമുട്ടില്ലേ ഏട്ടാ? കസേര എടുത്തിട്ട് ഒന്ന് മുമ്പോട്ട് കയറി പോരും, ഈ ഭാഗത്തോട്ടൊന്ന് കയറി വരുമോ? ബുദ്ധിമുട്ടില്ലാത്തവര് എന്തായാലും ഇരിക്കണം. എനിക്ക് 12:15 ട്രെയിനാ, അതിനുള്ളിൽ എന്തായാലും വിടും. ഒന്ന് കയറി പോരും, ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാവരും കാണാൻ പറ്റും. പോര് എന്താ ബുദ്ധിമുട്ടാണ്? ഇൻഷാ അല്ലാഹ് കയറി പോരും ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടില്ലാത്തവര് കേട്ടോ, ഞാൻ ഇരിക്കുക, അതാ പറഞ്ഞേ. ഈ ഭാഗത്തോട്ടും കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിരിവൊന്നും ഇല്ലെന്ന കമ്മിറ്റിക്കാർ പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പ്രശ്നമില്ല. കയറിയിരുന്നോ? പുറകെ ഇരിക്കണവര് ചിലപ്പോൾ പുറയുന്നായിരിക്കും അസറായിൽ പിടിക്കാൻ തുടങ്ങണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൈക്ക് സെറ്റ് ചെയ്യാൻ താഴത്തോട്ടാക്കണം. ഇൻഷാ അല്ലാഹ് ആ പുറകെ ഇരിക്കണവര് പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് കയറിയിരിക്കുക. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദുആ അൽഹംദുലില്ലാഹ് 3 സ്ഥലങ്ങളിലേക്ക് അല്ലാഹു മാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരാണോ തൗബ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഒച്ചപ്പാടും ബഹളം ഇട്ടൊന്നും ദുആ ചെയ്യണമെന്നില്ല. ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് ദുആ ചെയ്യണമെന്നില്ല. ബഹുമാനപ്പെട്ട മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കടന്നു വരികയാ. എന്നിട്ടതാ മൂസ നബിയോട് പറയുകയാ, മൂസ നബിയേ, വെള്ളമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല, ദുആ ചെയ്യുമോ? അല്ലാഹുവോട് ദുആ ചെയ്യുമോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് 2 കരങ്ങളും ഉയർത്തുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വെള്ളമില്ല അല്ലാ, വെള്ളമില്ല അല്ലാ, വെള്ളം കൊടുക്കണേ അല്ലാ, മഴ തരണേ അല്ലാ. മൂസ നബിയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, മൂസ നബിയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ മൂസ നബിയോട് അല്ലാഹു പറയുകയാ, ഇല്ല നബിയേ, ദുആക്ക് ഇജാബത്തില്ല, മഴ തരൂല, ദുആക്ക് കാരണമില്ല, പ്രതിഫലമില്ല, ഉത്തരമില്ല. മൂസ നബി അതാ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, എന്തുകൊണ്ടാ പടച്ചവനെ എന്നെ ദുആ പടച്ചവനെ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അല്ലാ, അറിയിച്ചു തരുമോ അല്ലാ? മൂസ നബി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, ഈ സാധുക്കൾക്ക് മഴയില്ല റബ്ബേ, നീ മഴ കൊടുക്കണേ റബ്ബേ. ഈ സാധുക്കൾക്ക് മഴയില്ല റബ്ബേ, നീ മഴ കൊടുക്കണേ റബ്ബേ. 70,000-ഓളം ആളുകള് നിറഞ്ഞിരിക്കുന്ന സദസ. മൂസ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹ് പറഞ്ഞു, മൂസ നബിയേ, എത്ര നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ദുആക്ക് ഇജാബത്തില്ല, നിങ്ങളുടെ ദുആക്ക് ഇജാബത്തില്ല, നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. മൂസ നബി ചോദിച്ചു, കാരണമെന്താ? കാരണമെന്താ? ജിബ്രീൽ മുഖേന അല്ലാഹ് പറഞ്ഞു കൊടുത്തു, മൂസ നബിയെ, വർഷങ്ങളായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ചങ്ങാതി ഈ 70,000 ആളുകളുടെ ഇടയിലുണ്ട്. അവൻ തൗബ ചെയ്യാതെ, അവൻ എണ്ണീക്കാതെ നിങ്ങൾക്ക് അല്ലാഹു മഴ നൽകില്ല, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിക്കില്ലെന്ന് ആര് പറഞ്ഞു? അല്ലാഹു ജിബ്രീൽ മുഖേന മൂസ നബിയോട് പറഞ്ഞു. അല്ലാഹു ജിബ്രീൽ മുഖേന മൂസ നബിയോട് പറഞ്ഞു. മൂസ നബിക്ക് ദേഷ്യായി. മൂസ നബി 70,000-ഓളം ആളുകളുടെ മുമ്പിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആരാണ് കൊല്ലങ്ങളായിട്ട് അല്ലാഹനെ മറന്നത്? ഓൻ ഇവിടെ നിന്ന് എണ്ണീക്കണം. ഓൻ തൗബ ചെയ്യാതെ എന്റെ ദുആക്ക് അല്ലാഹു ഹിജാബത്ത് നൽകില്ല, മഴ നൽകില്ല എന്നാര് പറഞ്ഞു? മൂസ നബി പറഞ്ഞു. ആര് പറഞ്ഞു? മൂസ നബി പറഞ്ഞു. ആരും എണ്ണീക്കണില്ല, ആരും എണ്ണീക്കണില്ല. മൂസ നബി, എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും അതാ പറയുകയാ, ആരാണ് മോനെ ഈ കാണുന്ന 70,000 ആളുകളുടെ ഇടയിലുള്ള തെറ്റ് ചെയ്തവനാരാ? തൗബ ചെയ്യാത്തവനാരാ? അല്ലാഹുവോട് പൊറുക്കലിനെ തേടാത്തവനാരാ? വർഷങ്ങളോളമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാരാ? ആരാണ് മോനെ? അവൻ എണ്ണീക്കാതെ അല്ലാഹു മഴ തരൂല, മഴ തരൂല. ഒരാളും എന്റെ പ്രിയമുള്ളവരെ എണ്ണീക്കുന്നില്ല, ഒരാളും എന്റെ പ്രിയമുള്ളവരെ എണ്ണീക്കുന്നില്ല, എണ്ണീക്കുന്നില്ല. മണിക്കൂറുകൾ കഴിയുമ്പോ, മിനിറ്റുകൾ കഴിയുമ്പോ, സെക്കൻഡുകൾ കഴിയുമ്പോ ആനലോകത്ത് നിന്ന് മഴയുണ്ടല്ലോ കടന്നു വരികയാ, കടന്നു വരികയാ. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് മൂസ നബി അതാ ദുആ ചെയ്യുകയാ, നീയല്ലേ പടച്ചവനെ എന്നോട് പറഞ്ഞതല്ലാ, 70,000-ഓളം ആളുകളുള്ള ഈ സദസ്സിൽ നിന്ന് തെറ്റ് ചെയ്തവനുണ്ടല്ലോ, തൗബ ചെയ്യാതെ മഴ തരില്ല അല്ലാ എന്ന് പറഞ്ഞത് നീയല്ലേ അല്ലാ. 70,000-ഓളം ആളുകള്
ഇരിക്കുന്ന ഈ മജ്ലിസില് ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ പറഞ്ഞല്ല റബ്ബേ, ഇവൻ എണ്ണീക്കാതെ മഴ തരില്ലെന്ന് നീയല്ലേ പടച്ചവനെ പറഞ്ഞത്. ഒരാളും എണ്ണീറ്റിട്ടില്ല, പിന്നെ പടച്ചവനെ നീ എന്തിനാ മഴ തന്നത് റബ്ബേ? ഒരാളും ഈ 70,000-ഓളം ആളുകളുടെ ഇടയിൽ നിന്ന് എണ്ണീച്ചിട്ടില്ല. പടച്ചവനെ, ആരും എണ്ണീക്കാത്ത ഈ സന്ദർഭത്തില് നീ എന്തിനാ പടച്ചവൻ എനിക്ക് മഴ നൽകിയേ? ഓൻ തൗബ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. അല്ല ചോദിച്ചു, ആരാ പറഞ്ഞ മൂസ ഓൻ തൗബ ചെയ്തിട്ടില്ലെന്ന്? ആരാ പറഞ്ഞ മൂസ ഓൻ തൗബ ചെയ്തിട്ടില്ലെന്ന്? മൂസ നബി പറഞ്ഞു, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞാന് ആരെയും കണ്ടിട്ടില്ല. ഈ 70,000 ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ചൂടായപ്പോ എണ്ണീച്ചു പോയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ പാണത്തൂരിൽ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് 27 അവൻ എണ്ണീച്ച് എന്നിട്ട് പറയാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് എണ്ണീക്കാൻ പറഞ്ഞ ചങ്കുറപ്പുള്ളവർ എണ്ണീക്കൂല. അല്ലെങ്കിൽ ഞാൻ ഈ സദസ്സിൽ പറയാ, ആരെങ്കിലും പാതിരാത്രിയിൽ കാമുകിയായിട്ട് ചാറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ചെയ്തവൻ പോലും എന്ത് ചെയ്യൂല, എണ്ണീക്കൂല. കാരണം എന്തേ? എല്ലാവർക്കും അഭിമാനം വലുതാ, അന്തസ് വലുതാ. ഈ 70,000-ന്റെ ഇടയിലുള്ള ഈ ഒരു സഹോദരൻ എന്ത് ചെയ്തില്ല, എണ്ണീച്ചില്ല. പക്ഷെ അള്ളാഹു മഴ കൊടുത്തു. മൂസ നബി ചോദിച്ചു, അല്ലാ പടച്ചവനെ തമ്പുരാനെ, ഒരാൾ പോലും എണ്ണീക്കാതെ നീ എന്തിനാ റബ്ബേ മഴ നൽകിയേ? മൂസ നബിയോട് അല്ല പറഞ്ഞു, ആ 70,000-ന്റെ ഇടയിലുള്ള ഒരു സഹോദരൻ തൗബ ചെയ്തു. മൂസ നബി ചോദിച്ചു, എങ്ങനെയാണ് അല്ലാ 70,000-ന്റെ ഇടയിലുള്ള ആ ഒരു സഹോദരനുണ്ടല്ലോ തൗബ ചെയ്തത്, എങ്ങനെയാണ് അല്ലാ? ആ സമയത്ത് അള്ളയതാ പറയുകയാ, ഒച്ചപ്പാടും ബഹളവും വേണ്ട, ദുആ ചെയ്യുമ്പോ ഒറ്റക്കിരുന്നുകൊണ്ട് കൽബറന്നുകൊണ്ട് ആരും അറിയാതെ തൗബ ചെയ്തവനാ അവന്റെ തൗബയുണ്ടല്ലോ ഞാനതാ സ്വീകരിച്ചെന്ന് അല്ലാഹു പറയുകയാ. ഒച്ചപ്പാടും വേളൊന്നും വേണ്ട, വലിയ മൈക്ക് സെറ്റ് കെട്ടണമെന്നില്ല. ആ 70,000-ന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് അവൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോ അവന്റെ തൗബ ഞാൻ സ്വീകരിച്ചു എന്ന് അള്ളാഹു പടച്ച തമ്പുരാൻ മൂസ നബിയോട് പറയുമ്പോ ഞാൻ പറയാ, ഇനി നിങ്ങൾ പള്ളിയുടെ ഖത്തീബിനോട് പറയണമെന്നില്ല, പള്ളിയുടെ ഖത്തീബിനോട് പോയിട്ട് പറയണമെന്നില്ല, നിങ്ങൾ ഇനി നിങ്ങളുടെ നാട്ടിലെ പള്ളിക്കമ്മറ്റി എടുത്ത് പോയി പറയണമെന്നൊന്നുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കല്ല് പറഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഈ പാണത്തൂര് പള്ളിക്കകത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ? നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗാര, ആരെങ്കിലും ഒരാൾ കൽബറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ പോലും തെറ്റ് ചെയ്ത എത്രയോ പേര്, റമളാനിൽ പോലും പാപങ്ങൾ ചെയ്ത എത്രയോ പേര്. അള്ളാഹു ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിന് ഞാൻ പറയാ, ഇത് അവസാനത്തെ സദസ്സാണെന്ന് നെയ്യത്ത് വെക്കുക. നിങ്ങൾ പറയൂ, ഉസ്താദേ ഇന്ന് ഉറൂസ് തുടങ്ങല്ലേ ഉസ്താദേ, ഇന്ന് വീട്ടിൽ ഇരിക്കാം ഉസ്താദേ, അല്ലെ ലൈവ് ഉണ്ടല്ലോ ഉസ്താദേ, വീട്ടിൽ ഇരുന്ന് കേൾക്കാമല്ലോ ഉസ്താദേ, നാളെ കേൾക്കാം, അല്ലെങ്കിൽ അവസാന ദിവസം വരാം ഉസ്താദ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കും. അവസാന ദിവസമോ ചിലപ്പോൾ നമ്മുടെ മയ്യത്ത് കൊണ്ട് പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് ഇമാമിന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ടാകും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ, അള്ളാഹിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവരാരാ? എന്നിട്ടാ പള്ളിയിലെ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ, പള്ളിയിലെ ഇമാം ഉസ്താദ്, ഇമാം നിൽക്കുന്ന വ്യക്തിയുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ എന്റെ പ്രിയമുള്ളവരെ ഓതുമ്പോ ഗൈറിൽ മഗ്ലൂബി അലൈഹി വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് ആമീൻ പറയുമ്പോ ആരെങ്കിലും ഒരാൾ ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ഇമാം എന്ത് ചെയ്യും? ഫാത്തിഹ ഓതാറുണ്ട് അല്ലേ? ഇപ്പൊ സുബഹിക്ക്, മഗ്രിബിന്, ഇശാ നിസ്കാരത്തിന് ഇമാം എന്ത് ചെയ്യും? ഫാത്തിഹയും സൂറത്ത് എന്ത് ചെയ്യും? ഒച്ചത്തിൽ ഓതാറുണ്ട്. ഒച്ചത്തിൽ ഓതുന്ന സമയത്ത് ഇമാമു ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് ആമീൻ പറയുമ്പോ ആ ആമീൻ മഅ്മൂമും കൂടി, ആരാണോ പുറകിൽ നിൽക്കണ മഅ്മൂമീങ്ങള്, അവർ ഇമാമിനോടൊപ്പം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താ? ഇമാമ് ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? അവർക്ക് വേണ്ടി അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ നമ്മുടെ പള്ളിയിൽ എങ്ങനാ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഒരാൾ ആമീൻ പറയുമ്പോ പുറകിൽ ഒരുത്തൻ ആമീൻ, വലത്തേത് ആമീൻ, ഇപ്പുറത്തൊരുത്തൻ ആമീൻ. അങ്ങനെ ആകാൻ പാടില്ല. ഇമാമ് ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഇമാമിനെ പൊട്ടനാക്കാൻ വേണ്ടി തന്നെ നിസ്കരിക്കാൻ പോണ ചില ആളുകളുണ്ട്. ഇമാമിനെ എങ്ങനെങ്കിലും വസ്വാസാക്കണം. ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഇമാമിങ്ങളെ തെറ്റിക്കുന്ന ഒരു സാധനം. പള്ളിയിലൊക്കെ എഴുതി വെക്കും. എന്താ എഴുതി വെക്ക? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം. എന്താ എഴുതി വെക്ക? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം. ഇമാമ് അവിടെ ഇരുന്ന് ഫാത്തിഹ ഓതുന്ന സമയത്തായിരിക്കും പുറകിൽ ഡയലാമ അടിക്കണേ. അപ്പൊ ഇമാം എന്ത് ചെയ്യും? ഫാത്തിഹ മാറിയിട്ട് ചിലപ്പോൾ ബക്കറയിലേക്ക് കയറിപ്പോ, ബക്കറ മാറിയപ്പോ വല്ലുഹയിലേക്ക് പോകും. അങ്ങനെ മാറി റക്കാത്ത് പോലെ എത്രയാന്ന് പോലെ അറിയൂല. അള്ളാഹു കാത്തിരിക്കട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ IPL സമയത്ത് തറാവീഹ് നടന്നു അല്ലെ? IPL സമയത്ത് തറാവീഹ് നടന്നു. പടച്ചവനോട് പരാതി പറയാൻ പറ്റുമോ? അപ്പീൽ കൊടുക്കാൻ പറ്റുമോ? പടച്ചവനെ, IPL റബ്ബെ, തറാവീഹ് മാറ്റാൻ പറയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ഈ റമളാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദ്മാരാ? റമളാനില് ഏറ്റവും കൂടുതൽ ഖത്തീബന്മാർക്ക് ഫാൻസ് ഉണ്ടാകുന്ന എപ്പോഴാ? പാണത്തൂര് പള്ളിയുടെ മുമ്പിൽ ഒന്നാമത്തെ ദിവസം തറാവീഹിന്റെ അന്ന് പടച്ചവനെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എടാ ഇന്ന് ഏത് പള്ളിയിൽ പോകും? എടാ ഇന്ന് ഏത് പള്ളിയിൽ പോകും? പാണത്തൂര് പള്ളിയിൽ വല്ലുഹ തൊട്ട ഉദനെ, അപ്പുറത്ത് ഏതെങ്കിലും കാട്ടുമുക്കിൽ ഒരു പള്ളി ഉണ്ടാവും, അവിടെ അലംതറ തൊട്ട ഉദനെ, ആ പള്ളിയിൽ പോകാമെന്ന് പറയുന്ന നെയ്യത്ത് വെക്കണ ചെറുപ്പക്കാര് അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ ഉണ്ട്, ഇമാം സുജൂദി പോണതിന് മുമ്പേ ചില മൗമൂമികൾ എന്ത് ചെയ്യും? സുജൂദിൽ ഇങ്ങനെ കിടക്ക, എന്താ ഉസ്താദെ വരാത്തെ? ബാ ഉസ്താദെ, ഞങ്ങൾ സുജൂദിലെ ഉസ്താദെ, ബാ ഉസ്താദെ എന്ന് പറയുന്ന ചില ആളുകൾ അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാമിനോട് എന്തോ ഓട്ടം മനസ്സിലാ ചില ആളുകൾക്ക്. തറാവീഹിനൊക്കെ ഇമാമ് സുജൂദി ഉസ്താദെ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി സുജൂദി കിടന്നിട്ട് പറയും, ഉസ്താദെ ഉസ്താദെ സമയമില്ല ഉസ്താദെ, ഫുൾജാർ കുടിക്കണം ഉസ്താദെ, IPL തീരാറായി ഉസ്താദെ എന്നിങ്ങനെ സുജൂദി പോയി കിടക്കണ ചില ചങ്ങാതിമാര്. അല്ലെ, നമ്മളൊക്കെ പള്ളിയില് സലാം വീട്ടുമ്പോ ഒന്നാമത്തെ സലാം ഇങ്ങനെ വീട്ടിയിട്ട് ഇമാമ് രണ്ടാമത്തെ സലാം വീട്ടുമ്പോ ചില ചങ്ങാതിമാരുണ്ട് സലാമൊക്കെ വീട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ ഉസ്താദെ വൈകിയേ? പാടില്ല, പാടില്ല. ഇമാം എന്ന് പറഞ്ഞ ആരാ? നമുക്ക് നേതൃത്വം.
ഇമാം എന്ന് പറഞ്ഞ ആരാ? നമുക്ക് നേതൃത്വം. ഇമാമ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാൻ. ഇമാമ് സുജൂദ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ. അതാ പറയണേ, ഇമാമു ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ എന്ന് പറയുമ്പോ ആ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നവരാരാ? അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ചെയ്യൂലേ? ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ചെയ്താ എനിക്ക് കൊള്ളാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന്, ആരാണോ തൗബ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. രണ്ട്, ആരാണോ ഇമാമിനോടൊപ്പം അൽഹംദുലില്ലാ വലല്ലാലീൻ കഴിഞ്ഞിട്ട് ആമീൻ പറയുന്നു ഫാത്തിഹ സൂറത്തിൽ, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, കോവിഡ് കടന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക്, ആണുങ്ങൾക്ക് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മമാരിൽ എത്രയോ പേര് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്? നമ്മുടെ ഉമ്മമാര് എത്ര പേര് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്? നമ്മുടെ ഭർത്താവുമായിട്ട് നിസ്കരിക്കാറുണ്ടോ? നമ്മുടെ മക്കളുമായിട്ട് നിസ്കരിക്കാറുണ്ടോ? നമ്മുടെ ഭർത്താവ് മക്കൾ നിസ്കരിക്കണമെന്നില്ല ഉസ്താദേ, പിന്നല്ലേ ജമാഅത്ത് എന്ന് ചിന്തിക്കണവരുണ്ട്. ഞാൻ പറയാ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സുബഹിയുടെ സമയത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ എന്ത് ചെയ്യാ, വിളിക്ക. ഞാൻ പറയാ, മക്കളെ ചെറുപ്പത്തിലെ പിടിച്ച അവര് വഴി തെറ്റൂല. എന്നോട് 2 ദിവസം മുമ്പ് ഒരു സഹോദരി കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദേ എനിക്ക് 3 മക്കളുണ്ട് ഉസ്താദേ, 3 മക്കളുണ്ട് ഉസ്താദേ, എന്റെ ഭർത്താവ് എന്നെ തൊലാക്ക് ചൊല്ലി ഉസ്താദേ, ഞങ്ങൾ ഡിവോഴ്സ് ആയി ഉസ്താദേ, ഞാന് തുന്നിയിട്ട ഉസ്താദെ ജീവിക്കണേ, തയ്യൽ മിഷ്യനില് തുണി ഇങ്ങനെ തുന്നിയിട്ട ഉസ്താദെ ജീവിക്കണേ, എനിക്ക് 3 മക്കളാ, 2 പെൺമക്കളും ഒരാൺകുട്ടിയെ ഉസ്താദെ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്കൊന്നും എന്നെ വേണ്ട ഉസ്താദെ, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തി ഉസ്താദെ. എന്റെ പ്രിയപ്പെട്ട മൂത്ത മോൾക്ക് അത് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനെ വിട്ടു, ഇത് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതിന് വിട്ടു, അവസാനം ഇവൾക്ക് നേഴ്സിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു ഉസ്താദെ, അവളെ ഞാൻ നേഴ്സിംഗിന് വിട്ടു ഉസ്താദെ. അവൾക്ക് അൽഹംദുലില്ലാ കോഴിക്കോട് സെലക്ഷൻ കിട്ടി, പോയില്ല. എറണാകുളത്ത് സെലക്ഷൻ കിട്ടി, പോയില്ല. തിരുവനന്തപുരത്ത് സെലക്ഷൻ കിട്ടി, പോയില്ല. അവള് തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് പോയി ഉസ്താദെ. ഒരാഴ്ചയായിട്ട് ഓളെ കണ്ടില്ല. ഓളുടെ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചു ഉസ്താദെ. അവസാനം ഞങ്ങളൊക്കെ തപ്പിയപ്പോ ഓൾക്ക് ഒരാളുമായിട്ട് പ്രേമ ഉസ്താദെ. ഓനുമായിട്ട് ഇങ്ങനെ ആ വയനാടിന്റെ പരിസരത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക ഉസ്താദെ. അവസാനം ഓള് പറഞ്ഞിരിക്കണത്, ഞങ്ങളുടെ കല്യാണമൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി നിക്കാഹ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 18 വയസ്സ് കഴിഞ്ഞു, ഞാൻ പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ എനിക്ക് അനുകൂലമായിട്ട് വിധി പറയൂ, അതുകൊണ്ട് നിങ്ങൾ നാറാൻ നിൽക്കേണ്ട ഉമ്മ എന്ന് സ്വന്തം മകള് സ്വന്തം ഉമ്മയോട് പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, മക്കളെ ചെറുപ്പത്തില് പിടിക്കണം. മക്കളെ ചെറുപ്പത്തിലേ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് വളർന്നു വലുതാകുമ്പോ അനുസരണയുള്ളവരാകും. നിസ്കാരം പഠിപ്പിക്കണം, മദ്രസയിൽ വിടണം, അതിനോടൊപ്പം അവർക്ക് വേണ്ട ദീനീപരമാകുന്ന ബോധങ്ങളൊക്കെ കൊടുക്കണം. എന്നാൽ അവരെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഉപകാരം ഉണ്ടാകും. അവരുമായി ജമാഅത്ത് നിസ്കരിക്കണം. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായും ഒന്നും അവരെ കൊണ്ട് കളാക്കാൻ പാടില്ല. ജമാഅത്തായിട്ട് എന്റെ പ്രിയപ്പെട്ടവർ നിസ്കരിക്കാൻ പഠിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒന്ന്, തൗബ ചെയ്യുന്നവരാരാ? അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. 2, ആരെങ്കിലും ഒരാൾ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് കഴിഞ്ഞ് ഇമാം നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിൽ ആമീൻ പറയുമ്പോ ആമീനോടൊപ്പം ആരെങ്കിലും ഒരാൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യും. 3 അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ, മൂന്നാമത്തെ വിഭാഗമാരാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മൂന്നാമത്തെ വിഭാഗമാരാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ. ആയിരക്കണക്കാന സ്വഹാബത്തിനോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഹൃദയം നന്നാക്കി കഴിഞ്ഞാൽ, മനസ്സ് നന്നാക്കി കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് അവനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കടന്നു വന്നല്ലോ. റമളാനിനെ നോമ്പ് നോറ്റവരെ, റമളാനിനെ നിസ്കരിച്ചവരെ, റമളാനിന് ഇബാദത്ത് ചെയ്തവരെ, റമളാനിൽ തറാവീഹ് നിസ്കരിച്ചവരെ, റമളാനിൽ നോമ്പ് നോറ്റവരെ, മഅദല്ലാഹ് പടച്ചവനെ വിദ്വേഷമുള്ള ചെറുപ്പക്കാർ
ചെറുപ്പക്കാരാ, മനസ്സിന്റെ ഉള്ളില് പകയുള്ള ചെറുപ്പക്കാരോ, മനസ്സിന്റെ ഉള്ളില് വെറുപ്പുള്ള ചെറുപ്പക്കാരോ, മനസ്സിന്റെ ഉള്ളില് വൈരാഗ്യമുള്ള ചെറുപ്പക്കാരാ, നിന്റെ തറാവീഹ് ഉണ്ടല്ലോ അല്ലാഹുക്ക് വേണ്ട, നമസ്കാരമുണ്ടല്ലോ അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ള പാണത്തൂരുകാരോട് പറയുകയാ, മനസ്സിൽ വിദ്വേഷമുള്ളവരെ, മനസ്സിൽ വെറുപ്പുള്ളവരെ, മനസ്സിൽ പകയുള്ളവരെ, മനസ്സിൽ വൈരാഗ്യമുള്ളവരെ പാടില്ല, പാടില്ല. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിരക്കണക്കാന സ്വഹാബത്തിനോട് പറയുകയാ, മനസ്സ് നന്നായാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിൽ വിദ്വേഷമില്ലാത്തവരാരാ, മനസ്സിൽ പകയില്ലാത്തവരാരാ, മനസ്സിൽ വെറുപ്പില്ലാത്തവരാരാ, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകള് ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, മനസ്സിൽ വെറുപ്പില്ലാത്തവരാരാ ഉള്ളേ? മനസ്സിൽ പകയില്ലാത്തവരാരാ ഉള്ളേ? റമളാൻ മാസം കടന്നു വന്നിട്ട് ആ റമളാനിൽ പോലും മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവുമായിട്ടാണ് ആ തറാവീഹ് നിസ്കരിച്ചതെങ്കിൽ പള്ളിയിൽ ഇമാമിനോട് വൈരാഗ്യ, പള്ളിയുടെ ഇമാമിനോട് ദേഷ്യ. കാരണം എന്തേ? ഉസ്താദ് മദ്രസയില് പഠിക്കുന്ന പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനെ അടിച്ചു, ഉസ്താദിനോട് ഭയങ്കര ദേഷ്യ. ആട്ട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഉസ്താദിനെ എങ്ങനെയെങ്കിലും പള്ളക്ക് കുത്തണം എന്ന് പറഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷമായിട്ട് നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ തറാവീഹും നിസ്കാരവും നോമ്പും സക്കാത്തും സദക്കയും ഒന്നും സ്വീകരിക്കൂല. മനസ്സിൽ വിദ്വേഷമില്ലാത്തവരാരാ, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാ,